ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ലിസ്റ്റാണ് പഠിച്ചത്. ക്രെഡിലെ ലിസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. അതായത് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ എടുത്തു, അതിൽ വേറെ ചെയ്തു, എല്ലാം ചെയ്തു. നമ്മൾ ഹോം പേജിലേക്ക് എന്ത് ചെയ്തു? സ്റ്റുഡൻസിൻ്റെ ബ്ലേഡിലേക്ക് നമ്മളത് കൊണ്ടുവന്നു. ഫോർ ലൂപ്പൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നു, ഫോർ ഈച്ച് വെച്ചിട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഡൺ. ഇനി നമ്മൾ ലിസ്റ്റിൻ്റെ തന്നെ വേറൊരു രീതിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ ഇതിലിപ്പോൾ എത്ര സ്റ്റുഡൻ്റ് അല്ലേ ഉള്ളൂ? നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? കുറേ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളെ സോഫ്റ്റ്വെയർ ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഫോർ റീച്ച് വെച്ച് വിളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളൊരു കൺട്രോളറിൽ എന്താ കാട്ടുന്നത്? സ്റ്റുഡൻസ് ഗെറ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ 3 ലക്ഷം 4 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സർവറിലാണ്, നമ്മളിപ്പോൾ ലോക്കലിലല്ല ചെയ്യുക. ലോക്കലിലാണെങ്കിൽ പോലും അത് ഹാങ് ആവും. പക്ഷേ സർവറിലും കൂടി ആകുമ്പോൾ അതെല്ലാം കൂടെ ലോഡായിട്ട് ക്ലയൻറ്റിന് എന്താ പറയുക, സാധനങ്ങൾ വരാതാവുക, കസ്റ്റമേഴ്സിന് കറക്റ്റ് ഡാറ്റ കിട്ടാണ്ടാവുക ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് പൊട്ടും, സർവർ പ്രശ്നമാവും, ആകെ അലമ്പാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിൽ തന്നെ നമ്മൾ ലറാവലിലും തരുന്നൊരു സാധനമുണ്ട്, പേജിനേഷൻ എന്ന് പറയും. പേജിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 20 സെറ്റ് ചെയ്തതിന് ശേഷം 20 ഇപ്പോൾ സ്റ്റുഡൻസിനെ ആദ്യം കാണിക്കും, എന്നിട്ട് നെക്സ്റ്റ് ഉണ്ടാവും. ആ നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത 20 കാണിക്കും, നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത 20 കാണിക്കും. അങ്ങനെ എന്ത് ചെയ്യാം? നമ്മൾ പേജിനേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ലറാവലിൻ്റെ പേജിനേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡോക്യുമെൻറ്റേഷനിൽ കിട്ടും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നതും നമ്മുടെ കമ്പനിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാറ്റ ടേബിൾ എന്ന് പറയും. ലാറാവലിൻ്റെ ഡാറ്റ ടേബിൾ. ഇപ്പോൾ ഞാൻ കുറച്ച് ഡെമ്മി ഡാറ്റാസ് ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് ഇതാണ്, നമ്മുടെ ടേബിൾ ഇതാണ്, ഡാറ്റാബേസ് ഇതാണ്, ലാറവൽ പ്രാക്ടീസ്. അതിൽ സ്റ്റുഡൻറ്റിൽ കണ്ടോ 2,11,000 സ്റ്റുഡൻസിന് നമ്മൾ സീഡർ വെച്ചിട്ട് ഫേക്കർ വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഇത്രയും റോസ് നമുക്കുണ്ട്. ഇപ്പോൾ 2,11,000 ഉണ്ടാവും. അതിങ്ങനെ പോകും. 100 ഡാറ്റ ലോഡ് ചെയ്തു. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത 100 ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഡാറ്റാബേസ് ഫുള്ളാണ്. അതായത് ഡാറ്റാബേസിൽ ഞാൻ അടിച്ച് കുറേ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം? ഇതാണുള്ള സ്റ്റുഡൻറ്റ്, ഇവിടെ ഒന്ന് ജസ്റ്റ് ലോഡ് കൊടുക്കുക കേട്ടോ. നിങ്ങൾ കണ്ടോളൂ, റീഫ്രഷ് ആവുന്നത്. ഇതിവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ 10ഉം 20ഉം ഒറ്റയടിക്ക് ലോഡായി. ഇത് കണ്ടോ, ലോഡായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഒരുപാടുണ്ട് കണ്ടോ, ഇതൊക്കെ ലോഡാവാനുണ്ട്. ഇവിടെ എപ്പോഴും ലോഡിംഗ് ആണ്. ഇതിങ്ങനെ ലോഡായി വരണം. ഓക്കെ, ഇത് ഇത്രയും ആവാനുണ്ട്. ഇതൊക്കെ ഇവിടെ എത്തുമ്പോഴേക്കും സമയം ഒരുപാടാവും. ഇതിപ്പോൾ ലോക്കലിൽ വർക്ക് ചെയ്തിട്ട് പോലും ഇത്രയും സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സർവറിൽ ലൈവ് ഒരു പ്രൊജക്റ്റിൽ നെറ്റ് യൂസ് ചെയ്ത് വരുമ്പോൾ അതിന് എത്ര ടൈം എടുക്കും? അതിന് ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ സ്റ്റക്കാവും, അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈം എക്സീഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും, അല്ലെങ്കിൽ സർവർ എറർ വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത്രയും 2.5 ലക്ഷത്തോളം ഡാറ്റ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒറ്റയടിക്ക് ഇവിടെ ലോഡ് കൊടുക്കുകയാണ്. എല്ലാം കൂടെ പോയിട്ട് ടേബിളിൽ നിന്ന് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് എന്ത് ചെയ്യാം? പേജിനേഷൻ്റെ കഥയിൽ തന്നെ ഉണ്ട്. പേജിനേഷനും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് സിമ്പിളാണ്. ആ പാക്കേജ് നമുക്ക് എന്ത് ചെയ്യാം? ഗൂഗിളിൽ പോയിട്ട് ലാറവൽ ഡാറ്റ ടേബിൾ എന്നടിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം? എജ്റയുടെ ഡാറ്റ ടേബിൾ തന്നെയാണ്. ഒന്നുകിൽ അവരുടെ സൈറ്റിൽ കയറാം, അല്ലെങ്കിൽ അവരുടെ ഗിറ്റ് ഉണ്ടാവും, അതിൽ പോയാൽ മതി. അതിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ താഴെ അവിടെ അവരുടെ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് ഇതാണ്. കമ്പോസർ റിക്കോർഡ് ഇൻസ്റ്റാൾ ചെയ്ത വേറെ ഒന്ന് ഒറാക്കിളാണ്. ഇതെടുത്താൽ മതി. ഇത് വേർഷനൊന്നും വേണ്ട. വേർഷനൊക്കെ നമ്മുടെ PHPക്ക് നമ്മുടെ ലറാവലിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആവട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും കോപ്പി എടുക്കുന്നു. നമ്മളെങ്ങനെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക? നമ്മുടെ ടെർമിനൽ എടുത്തിട്ട് കോപ്പി ചെയ്ത സാധനം പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിക്കുന്നതോട് കൂടിയിട്ട് വേർഷൻ 13 ആയിട്ടുള്ള ഡാറ്റ ടേബിൾ ഇൻസ്റ്റാളായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഈ കോഡുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ കളയട്ടെ കേട്ടോ. ഒരു മിനിറ്റ്, ഇതൊക്കെ ഞാൻ കളയാൻ പോവാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഞാൻ ഡാറ്റ ടേബിൾ ആയിട്ടാണ് ഈ സാധനങ്ങൾ വിടുന്നത്. അതിന് നമുക്കൊരു പാക്കേജ് ഇതിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു സാധനം ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ChatGPT ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നമുക്കത് എല്ലാം കൂടെ ബൈ ഹാർട്ട് ആകാൻ കഴിയില്ലല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയും ചെയ്യും. ഓക്കെ, ഇതാണ് ഈ കോഡ് ഇവിടെ കൊണ്ടുവന്നിടുന്നു. ഓക്കെ, ഇത് റിക്വസ്റ്റ് കൊടുക്കും നമ്മളിവിടെ. ഇതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. റിക്വസ്റ്റ് ആയിട്ടാണ് ഹോമിൽ വരുന്നത്. ഡാറ്റ ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിതിന് ഇമ്പോർട്ട് ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ എജ്റ ഡാറ്റ ടേബിൾ. അത് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഈ സ്റ്റുഡൻസ് എന്നുള്ളതല്ലേ, ഈ സ്റ്റുഡൻസിനെ ഞാൻ എന്ത് ചെയ്യും? ഈ സ്റ്റുഡൻസിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അജാക്സിൻ്റെ ഈ റിക്വസ്റ്റ് അജാക്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഈ സ്റ്റുഡൻസിനെ ഡാറ്റ ടേബിളിലെ ഇതിലേക്ക് കൊണ്ട് പാസ് ചെയ്യും. ഓക്കെ, ഇതൊന്നും വേണ്ട ആവശ്യമില്ല ശരിക്കും. അതൊക്കെ നമുക്ക് കളയാം. ഇത്രയും മതി. ഓക്കെ,
ഇതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇതിങ്ങനെ കൊടുത്തു, ഇതിങ്ങനെയും കൊടുത്തു. ഓക്കെ, എന്താ ചെയ്തെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റിന് നേരത്തെ ലോഡ് ചെയ്ത അതേ സ്റ്റുഡൻറ്റ് തന്നെയാണ്. ആ സ്റ്റുഡൻസിന് നമ്മൾ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ ഇതിലേക്ക് പാസ് ചെയ്തു. അതാണ് റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ. അല്ലെങ്കിൽ അതായത് അജാക്സ് വരുന്ന സമയത്ത് ഇതിന് ഇത് റിട്ടേൺ ആവണം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ റിട്ടേൺ വരും. ഓക്കെ, ഇനി നമ്മൾ ഹോം പേജിൽ പോകുന്നു. എന്നിട്ട് ഇവിടെ കൊടുത്ത ഈ ഫോർ ഈച്ചിൽ നമ്മൾ നേരത്തെ സ്റ്റുഡൻറ്റിനെ റിപ്പീറ്റ് ചെയ്തേ, അത് ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്, അത് വേണ്ട. ഇനി ഞാനൊന്ന് റീഫ്രഷ് ചെയ്യട്ടെ. ഇനി ഞാനൊന്ന് റീഫ്രഷ് ചെയ്യുന്നു. റീഫ്രഷ് ആവുന്നേ ഉള്ളൂ. അൺഡിഫൈൻഡ് വേരിയബിൾ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് വന്നേ. ഓക്കെ, കോമ്പാക്റ്റ് ഒന്നും പോകണ്ട, ഒന്നുമില്ല. നോക്കട്ടെ. ഓക്കെ, ഒന്നുമില്ല, എല്ലാം കാലിയായി അല്ലേ. ഇനി നമ്മളിത് ലോഡ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്. ഇതിന് ജാവാ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് പ്ലെയിൻ ആണ്, ഇപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല ഇവിടെ. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഹോം പേജിലേക്ക് പോവാണ്. ഇനി ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് റിക്വസ്റ്റ് വരണം. ഇപ്പോൾ റിക്വസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ റിക്വസ്റ്റ് വരുമ്പോഴേ ഈ റിക്വസ്റ്റ് അജാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനും ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ജസ്റ്റ് നിങ്ങൾ പോയി അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ജിപിയിലൊക്കെ കിട്ടും. അതാണ് നമ്മൾ ഒരു വട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, അതെല്ലാം കൊടുത്തും കൊണ്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് തുറക്കണം. ആദ്യം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് തുറക്കും. അതിൻ്റെ ഉള്ളിൽ ഈ കോഡ് കൊണ്ടുവന്നിട്ടു, നമുക്ക് കിട്ടിയ കോഡ് കൊണ്ടുവന്നിട്ടു. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ടേബിളിൻ്റെ പേര് ID എന്ന് കൊടുത്തിട്ട് ഡാറ്റ ടേബിൾ എന്നൊരു ID ഈ ടേബിളിന് കൊടുക്കും. ഓക്കെ, അത് ആ ടേബിളാണ്, ഈ ടേബിളിനാണ് ഡാറ്റ ടേബിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനുകൊണ്ട് നമുക്ക് ആ ID ഇവിടെ പാസ് ചെയ്തോട് കൂടിയിട്ട് അത് ഡാറ്റ ടേബിളായി. ഓക്കെ, ഇനി ഇതിൻ്റെ URL, ഇതിൻ്റെ റൂട്ട് എന്താണ്, ആ റൂട്ട് നമ്മൾ കറക്റ്റ് ഇവിടെ എഴുതും. student.home. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ student.homeലേക്ക് എന്ത് ചെയ്യാണ്, ഒരു റൗട്ട് ഇവിടെ റിക്വസ്റ്റ് വർക്ക് ചെയ്യാണ്. student.home ഇതെന്താണ്, student.home ഏതാണ്, student.home എന്ന് പറയുന്നത് ആക്ച്വലി ഇതല്ലേ ഹോം പേജാണ് വേണ്ടത് അല്ലേ. student.home അല്ല, ഹോം പേജ് എന്ന് പറഞ്ഞ റൗട്ടിലേക്ക് ഇങ്ങനെ റിക്വസ്റ്റ് പോകാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പോവും, ഇതിലേക്ക് പോകുമ്പോൾ ഈ ഹോമിലേക്ക് കയറും. അപ്പോൾ റിക്വസ്റ്റ് വന്നു. അപ്പോൾ അജാക്സിൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്തിട്ട് നമ്മളെ ഓരോ ഫീൽഡും ഇല്ലേ, അതായത് നമ്മുടെ ഫീൽഡ്, നമ്മുടെ ഇതിലുള്ള ഫീൽഡ് ഏതാ, നെയിം, STD, ഫോൺ, പ്ലേസ്, ഈ ഫീൽഡൊക്കെ എന്ത് ചെയ്യും, ആ ഫീൽഡിലേക്ക് ഡാറ്റ വന്നു. ആ ഡാറ്റ നമുക്ക് വേണ്ട ഡാറ്റ ഇവിടെ ഇപ്പോൾ ID കൊടുത്തു. ഫസ്റ്റ് ഫീൽഡിൽ ID, ഫസ്റ്റ് ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് ആ രീതിയിലാണ് വരിക. ഇവിടെ ID കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ID വരും. ഓക്കെ, ഇനി ഇതിൽ നെയിമാണ് അടുത്തതെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നെയിം കൊടുത്തിട്ടുണ്ട്. STD ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, STD കൊടുത്തു. ഓക്കെ, STD കൊടുത്തു. ഇനി ഫോണാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൺ കൊടുത്തു. ഓക്കെ, ഫോൺ കൊടുത്തു. ഇനി അടുത്ത് എന്താണ്, പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേസ് കൊടുക്കുന്നു. ഓക്കെ, പ്ലേസ് കൊടുത്തു. ഇതൊന്നും വേണ്ട, പ്ലേസ് കൊടുത്തു. അപ്പോൾ ഫീൽഡുകൾ നമ്മൾ വിളിച്ചു. ഓക്കെ, അതായത് ഒരു അജാക്സിൽ ഒരു റൂട്ട് സെറ്റ് ചെയ്തു, നമ്മൾ ഹോം റൂട്ട് തന്നെയാണ്. അതിന് എങ്ങനെ വരേണ്ടത്, അതിന് വരേണ്ട ഫീൽഡുകൾ ഏതൊക്കെ, ID, നെയിം, STD, ഫോൺ, പ്ലേസ്. അത് നമ്മൾ ഹെഡ് ഇവിടെ കൊടുത്തു. ബോഡിയിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞ ID ഉണ്ടായതുകൊണ്ട് ഇത് ഡാറ്റ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അപ്പൻഡ് ആവും. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഇനി നമ്മൾ 2 CDN ഉണ്ടല്ലോ, 2 സ്ക്രിപ്റ്റുകൾ ഇതിലിടാനുണ്ട്. കണ്ടോ, ഡോളറൊന്നും ഇല്ല. ഡോളർ എന്ന് പറയുന്നത് എന്താണ്, ഡോളർ എന്ന് പറയുന്നത് നമ്മുടെ jQuery. അപ്പോൾ 2 സ്ക്രിപ്റ്റും കൂടെ ഇതിൽ കൊണ്ടിടാനുണ്ട്. അത് ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, jQuery കോപ്പി എടുത്തു. jQuery എന്ത് ചെയ്യാം, തൽക്കാലം ഇതിൻ്റെ മേലെ കൊണ്ടുവന്നിടാം. പിന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യാനുള്ള 2-3 ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഡാറ്റ ടേബിളിൻ്റെയൊക്കെ CDN ഉണ്ട്. അതും കൂടെ കോപ്പി എടുത്തു ഇതിൽ കൊണ്ടുവന്നിടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ഫസ്റ്റത്തെ 10 ഡാറ്റ വന്നാണ്ടോ, ഇവിടെ കണ്ടോ 2,11,000 എൻട്രീസ് ഇവിടെ കിടക്കുന്നുണ്ട്. അതിനിവിടെ പേജിനേഷൻ ഓട്ടോമാറ്റിക് വന്നു. നമുക്ക് എന്ത് ചെയ്തു, 10 ഡാറ്റ ആദ്യം വന്നു. ഇനി 10 അല്ല, ഇവിടെ മാറ്റി കൊടുക്കും, 25 വരും. 25 ആദ്യം വന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ 10 തന്നെ കൊടുക്കാം ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. ഇനി 2 എടുത്തു കഴിഞ്ഞാൽ അടുത്ത 10 വരും. ഓക്കെ, ഇനി 3 വെച്ച് കഴിഞ്ഞാൽ അടുത്ത 10 വരും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ടേബിൾ വെച്ച് യൂസ് ചെയ്യാമെന്ന് മാത്രമല്ല, നമുക്കിവിടെ സർച്ചിങ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഐറ്റം സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇത് കോപ്പി ചെയ്യുന്നു, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അദ്ദേഹം മാത്രം വന്നു. ഇനിയിപ്പോൾ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാം, പ്ലേസ് എടുത്തിട്ട് ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിലുള്ളവരൊക്കെ വരും. ഇപ്പോൾ 3 ആൾക്കാർ ഈ പ്ലേസിലുള്ളവരാണ്. അങ്ങനെ നമുക്ക് ഫുള്ളി സെറ്റായിട്ടുള്ള കാര്യങ്ങൾ വന്നാണ്ടോ.
എത്ര പെട്ടെന്ന് അപ്പോൾ ലോഡ് ചെയ്ത് നോക്കുമ്പോൾ 2 ലക്ഷം സാധനങ്ങൾ എൻട്രീസ് ലോഡ് ആവാൻ എടുത്ത സെക്കൻഡ്സുകൾ നോക്കൂ. നേരത്തെ കൊടുത്ത വേലാവുമ്പോൾ അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ സർവറിലാണെങ്കിലും ലോക്കലിലാണെങ്കിലൊക്കെ ഭയങ്കര ഈസിയാണ്. ഇനിയിപ്പോൾ 2 ലക്ഷം അല്ല 2 കോടി ഡാറ്റാസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു 10 ലോഡ് ചെയ്യുന്ന ലാഘവത്തോട് കൂടിയിട്ട് അത് സിമ്പിളായിട്ട് ഇവിടെ വരുന്നു. അടുത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, ഇതാണ് ഡാറ്റ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വരുന്ന പ്രൊജക്റ്റുകളിലൊക്കെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഫുള്ള് ഇങ്ങനെ ഫോർ ലൂപ്പും ഫോർ ഈച്ച് ഒന്നും യൂസ് ചെയ്യില്ല. നമ്മൾ ഫുള്ളി ഇതുപോലെ ഡാറ്റ ടേബിളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡാറ്റകൾ. നമ്മളെപ്പോഴും സ്പീഡിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സ്പീഡിന്. ഓക്കെ, അതുപോലെ ഫോട്ടോസ് ആണെങ്കിൽ അത് ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ പ്രൊജക്റ്റുകൾ എപ്പോഴും നമ്മൾ ഈ ലോക്കലിൽ ഓടുന്ന സുഖം ഒരിക്കലും സർവറിൽ കിട്ടില്ല. അപ്പോൾ അതും കണ്ടിട്ടാവണം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റ ടേബിൾ. ഓക്കെ, ഇനി നമ്മൾ ക്രെഡിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം.